ഓസ്കാർ അവാർഡുകൾക്ക് അർഹമായ സ്ലംഡോഗ് മില്യണയർ, 6 ഓസ്കാറുകൾ നേടിയ ലയൺ എന്ന ചിത്രം, ഉയർത്തിക്കാട്ടാൻ നിരവധി നാഴികക്കല്ലുകളുള്ള നടനാണ് ദേവ് പട്ടേൽ. അഭിനയത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിച്ച നടന് ഇനി കീഴടക്കാനുണ്ടായിരുന്നത് സംവിധാനത്തിന്റെ നീണ്ട പടിക്കെട്ടുകളായിരുന്നു. ആ പടിക്കെട്ടുകളും തനിക്ക് കീഴടക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് നടനിപ്പോൾ. മങ്കി മാൻ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയതോടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ദേവ് പട്ടേലിന്റെ കലാസൃഷ്ടിയെ വാനോളം പുകഴ്ത്തുകയാണ്. ജോൺ വിക്കിന്റെ ഇന്ത്യൻ പതിപ്പെന്നുമൊക്കെയുള്ള വിശേഷണങ്ങളാൽ നിറയുകയാണ് മങ്കി മാന്റെ ട്രെയിലർ കമന്റ് ബോക്സ്. ത്രസിപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഹോളിവുഡ് സ്റ്റൈലുകളെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള ഫൈറ്റ് സീക്വൻസുകൾ, ചിന്തിപ്പിക്കുന്ന ഫ്രെയിമുകൾ, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന റേസിംഗുകൾ, ഇങ്ങനെ മങ്കി മാന്റെ ട്രെയിലറിന് വിശേഷണങ്ങൾ ഏറെയാണ്. സംവിധായകനായും നടനായും ദേവ് പട്ടേൽ തന്നെ എത്തുന്നു എന്നത് ചിത്രത്തിനായുള്ള ആവേശം കൂട്ടുന്ന ഒരു ഘടകമാണ്. ദേവിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണിത്. ശക്തിയുടെയും ധൈര്യത്തിന്റെയും ആൾരൂപമായ രാമായണത്തിലെ ഇതിഹാസ കഥാപാത്രം ഹനുമാനിൽ നിന്നും ഇൻസ്പയർഡ് ആയാണ് ഈ ചിത്രത്തിൽ ദേവ് പട്ടേൽ എത്തുന്നത്. ആക്ഷൻ ത്രില്ലർ ജോണിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ തന്റെ അമ്മയുടെ മരണത്തിന് കാരണമായ അഴിമതിക്കാരായ നേതാക്കൾക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരാളുടെ കഥയാണ് പറയുന്നത്. കുട്ടിക്കാലത്തെ അമ്മയ്ക്കൊപ്പമുള്ള നല്ല ഓർമ്മകളും പിന്നീടുണ്ടാകുന്ന ദുരന്തവും അവന്റെ പ്രതികാരവും അതിനായുള്ള അവന്റെ തയ്യാറെടുപ്പുകളുമെല്ലാം ട്രെയിലർ വരച്ചു കാട്ടുന്നുണ്ട്. തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായി ഒരു ഫൈറ്റ് ക്ലബിൽ ചെറിയൊരു ജോലിക്ക് കയറുന്നതും രാത്രിക്ക് ഗൊറില്ല മാസ്ക് വെച്ച് പണത്തിനായി ഫൈറ്റ് ക്ലബിൽ ഫൈറ്റ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. നായകനിൽ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട രോഷത്തിന്റെ കെട്ടഴിച്ചു വിടുന്നതും മുറിവേറ്റ കൈകളാൽ പ്രതികാരത്തിന്റെ ഉന്നതിയിലെത്തുന്നതും ട്രെയിലറിൽ കാണാം. ഹോളിവുഡ് രംഗങ്ങളെ ഓർമ്മിപ്പിക്കും വിധത്തിലാണ് ഫൈറ്റ് രംഗങ്ങളെല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിലൂടെയാണ് നടി ശോഭിത ദുലിപാല തന്റെ ഹോളിവുഡ് അരങ്ങേറ്റത്തിനൊരുങ്ങുന്നത്. ഏപ്രിൽ 5 പ്രദർശനത്തിനെത്തുന്ന ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത് അമേരിക്കൻ പ്രൊഡക്ഷൻ കമ്പനിയായ യൂണിവേഴ്സൽ പിക്ചേഴ്സ് ആണ്. തിരക്കഥയിൽ ദേവ് പട്ടേലിനോടൊപ്പം പോൾ അംഗനവേല, ജോൺ കോളി എന്നിവരുമുണ്ട്. സൗത്ത് ആഫ്രിക്കൻ നടനായ ഷാൾട്ടോ കോപ്ലി, ശോഭിത ദുലിപാല, പിതോബാഷ്, വിപിൻ ശർമ്മ, അശ്വിനി കൽശേഖർ, മകരൻ ദേശ്പാണ്ഡെ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലെത്തുന്നുണ്ട്. 2021 മങ്കി മാന്റെ ചിത്രീകരണം പൂർത്തിയായിരുന്നു. എന്നാൽ പ്രദർശനത്തിനെത്താൻ ഏറെ വൈകി. അതിനു പിന്നിൽ ഒരു കാരണവുമുണ്ടെന്നാണ് പല വൃത്തങ്ങളും പറയുന്നത്. ചിത്രം പൂർത്തിയായ ഉടൻ തന്നെ നെറ്റ്ഫ്ലിക്സ് ഏകദേശം $30 മില്യൺ ചിത്രത്തിന്റെ അവകാശം സ്വന്തമാക്കിയിരുന്നു. എന്നാൽ സിനിമയിലെ ഒരു സാങ്കല്പിക വലതുപക്ഷ ഹിന്ദു നാഷണലിസ്റ്റ് കഥാപാത്രത്തിന്റെ ചിത്രീകരണം ഇന്ത്യയുമായുള്ള ഭാവി ഇടപാടുകളെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സിനെ ആശങ്കപ്പെടുത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് ഇത് പിന്നീട് യൂണിവേഴ്സൽ പിക്ചേഴ്സിലേക്ക് കൈവരുന്നത്. ഇതാണ് നീണ്ട കാലതാമസത്തിന് കാരണമായതെന്നാണ് ഒരു പക്ഷം പറയുന്നത്. എന്നാൽ മറ്റൊരു കാരണവും ചർച്ചകളിലുണ്ട്. OTT റിലീസായി തീരുമാനിച്ച ചിത്രം പ്രശസ്ത അമേരിക്കൻ നടനും ഹാസ്യ നടനും നിർമ്മാതാവുമായ ജോർദാൻ പീലെ കാണാനിടയായി. ഇത് തിയേറ്ററിനായുള്ള സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് യൂണിവേഴ്സൽ പിക്ചേഴ്സുമായി സഹകരിച്ച് ചിത്രത്തിന്റെ അവകാശം നേടിയതെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. ചിത്രത്തിന്റെ വരവൽപ്പം ലേറ്റ് ആയെങ്കിലും വരുമ്പോൾ അതൊരു 1.5 വരവായിരിക്കുമെന്ന് ട്രെയിലറിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ദേവ് പട്ടേലിന്റെ സിനിമാ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലിനുള്ള സാധ്യത കൂടിയാണ് ഈ ചിത്രം എന്നതിൽ തർക്കമില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.